സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, എറണാകുളം. ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയുടെ പ്രാതിനിധ്യമുള്ളത്. എന്നാൽ കൂടുതൽ ജില്ലകളെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ വയനാടും മാവേലിക്കരയുമാണ് മുൻപന്തിയിൽ. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങൾ വീതമാണ്. എന്നാൽ ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തതിൽ വന്ന പ്രത്യേകതയാണ് മണ്ഡലങ്ങളുടെ രൂപവും സ്വഭാവവും വ്യത്യസ്തമാക്കുന്നത്. എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളെ 4 ലോക്സഭാ മണ്ഡലങ്ങളിലായാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോക്സഭയിലെത്തിക്കാൻ ഈ 4 ലോക്സഭകളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ഉത്തരവാദിത്തമുണ്ടാകും. പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കുന്നത്തുനാട് മണ്ഡലങ്ങൾ ചാലക്കുടിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള അസംബ്ലി മണ്ഡലങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മൂവാറ്റുപുഴ, കോതമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ ഇടുക്കിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പിറവം മണ്ഡലമാകട്ടെ ഉൾപ്പെട്ടിട്ടുള്ളത് കോട്ടയത്തും. കൊല്ലം, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ 3 ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ്. ഇതുപോലെ തന്നെ കൗതുകത്തിനപ്പുറം വോട്ടർമാരുടെ രീതികളിലും രാഷ്ട്രീയ നിലപാടുകളിലും ജാതിമത സമവാക്യങ്ങളും എല്ലാം വ്യത്യസ്തമാക്കുന്നതാണ് മണ്ഡലങ്ങളുടെ രൂപം. മാവേലിക്കര ലോക്സഭാ മണ്ഡലം പരിശോധിച്ചാൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ തുടങ്ങി സമുദ്രനിരപ്പിലും താഴ്ന്ന കുട്ടനാടും ഇടനാടെന്ന് വിശേഷിപ്പിക്കാവുന്ന മാവേലിക്കരയും ചെങ്ങന്നൂരും, കൊല്ലം ജില്ലയിലെ മലയോര മേഖലയായ പത്തനാപുരവും കുന്നത്തുനാടും കൊട്ടാരക്കരയും ഉൾപ്പെട്ടിരിക്കുന്നു. വയനാട് ലോക്സഭാ മണ്ഡലം മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണവും ഇത്തരം മേഖലകളിൽ കഠിനമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.